ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് അജ്രക്കിൻ്റെ കളക്ഷൻസും അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പൊക്കം കുറഞ്ഞ് പ്രായമുള്ള അമ്മമാർക്കൊക്കെ പറ്റിയ ലെങ്ത് കുറവുള്ള കുറച്ച് നൈറ്റി കളക്ഷൻസും ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അജ്രക്കെല്ലാം ഇതേപോലെ ഓപ്പണാക്കി കാണിച്ചു തരാം. പിന്നെ എൻ്റെ പുതിയ ഒരുപാട് റീസെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ആട്ടോ. അവർക്ക് ഫസ്റ്റ് ടൈം തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഓൺലൈൻ ബിസിനസ് എങ്ങനെയാണെന്നോ റീസെല്ലിംഗ് രീതികളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെയും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, അതേപോലെ തന്നെ കളക്ഷൻസ് കാണുകയും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ റീസെല്ലേഴ്സൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ടൈം തുടങ്ങുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി എമൗണ്ടിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. കുറച്ച് ക്യാഷിന് മാത്രം നിങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് അത് സെയിലാവുന്നതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കത് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളത് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവുന്നൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ, ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെ, ഇപ്പോൾ എന്നോട് എടുത്താലും ശരി മറ്റാരോട് എടുത്താലും ശരി, നിങ്ങൾ ഒരുപാടങ്ങ് ബൾക്കായിട്ടും 10,000 20,000 രൂപയ്ക്കൊന്നും വാങ്ങിക്കാതിരിക്കുക. കുറച്ച് എമൗണ്ടിൽ മാത്രം വാങ്ങിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഓൺലൈൻ നമ്മളിപ്പോൾ നോക്കുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് നോക്കുന്നത് റേറ്റ് കുറവും, സാധനം കോട്ടനോ പോളിസ്റ്റർ ആയിക്കോട്ടെ റേറ്റ് കുറവാണ് നോക്കുന്നത്. ബാക്കി ശതമാനം പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെറ്റീരിയലായിരിക്കും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളോട് എടുക്കുന്നതാണെങ്കിലും ശരി പുറത്തുനിന്ന് എടുക്കുന്നതാണെങ്കിലും ശരി, ഒരു പീസിൻ്റെ റേറ്റും പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പീസിന് ഏറ്റവും കുറഞ്ഞൊരു 80 രൂപയെങ്കിലും കിട്ടണമല്ലോ. 80 അതിന് മുകളിലേക്കെങ്കിലും കിട്ടണമല്ലോ ഒരു പീസിന്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ റേറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു റീസെല്ലർ ആയിക്കോട്ടെ, നമ്മുടെ ഒരു നൈറ്റി ഫ്രോക്ക് വാങ്ങിക്കുകയാണ്, അത് നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രം അഡ്രസ്സ് നമ്മുടെ ആയിരിക്കില്ല വെക്കുന്നത്. നമ്മളിവിടുന്ന് കൊറിയർ ചെയ്യുന്നു, നമ്മുടെ പാക്കിംഗ് കവറിൽ നമ്മളിവിടുന്ന് സ്വന്തമായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്ത് കൊറിയർ ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ ഫ്രം അഡ്രസ്സ് വരുന്നത് നമ്മുടെ ആയിരിക്കില്ല കേട്ടോ, നിങ്ങളാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പം നമ്മളെന്നുള്ള ഒരാൾ നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങളായിരിക്കും സാധനം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രം അഡ്രസ്സിലും അവരുടെ ടു അഡ്രസ്സിലും ഈ സാധനം അവരുടെ വീട്ടിലെത്തും കേട്ടോ. നമ്മൾ കൂടുതലും കൊറിയർ ചെയ്യുന്നത് പോസ്റ്റലായതുകൊണ്ട് തന്നെ വീട്ടിൽ കിട്ടും. അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്, എല്ലാം തന്നെ നിങ്ങളാണ്. അവിടെ നമ്മുടെ ഒരു അഡ്രസ്സേ വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു പീസ് ആണെങ്കിലും ബൾക്കാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നമ്മളിവിടുന്ന് കൊറിയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അജ്രക്കാണ് കേട്ടോ. അജ്രക്ക് ഇപ്പോഴെന്നല്ല, ഓണത്തിന് മുന്നേ മുതലേ അജ്രക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാൽ അജ്രക്ക് തന്നെ ട്രെൻഡിങ്ങിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അജ്രക്ക് പലയിടത്തും പല റേറ്റാണ് വരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി, അത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നോർമൽ നൈറ്റിക്ക് അങ്ങനെയാണ് നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഷോപ്പിലൊക്കെ ആണെങ്കിലും, നമ്മുടെ സ്ഥലം വരുന്നത് വൈക്കത്താണ്, വൈക്കം കോട്ടയം ജില്ല കേട്ടോ. അപ്പോൾ വൈക്കത്ത് ഷോപ്പിലൊക്കെ ആണെങ്കിലും നല്ല റേറ്റാണ് വരുന്നത്. അജ്രക്കിൻ്റെ നൈറ്റിയൊക്കെ ആണെങ്കിലും 290 285 വരുന്നത്. അതേപോലെ നൈറ്റി ഫ്രോക്കൊക്കെ ആണെങ്കിലോ അതിനേക്കാൾ റേറ്റ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കേട്ടോ, നിങ്ങൾക്കും റീസെല്ലിങ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ABCD അറിയാതെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. എന്തെങ്കിലും എനിക്കൊരു 10 രൂപയാണെങ്കിൽ 10 രൂപ എനിക്ക് സ്വന്തമായിട്ട് വേണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 15 നൈറ്റി ആയിട്ടോ, 15 നൈറ്റിയിലോ മറ്റേ ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് അതങ്ങനെ വൈറലായി. കുറച്ച് പേര് എനിക്ക് ഓർഡർ തന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ തന്ന ആളവരെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ തന്ന് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ വരെ എത്തിയത്. ആദ്യമൊന്നും ഒട്ടും ലാഭം ഉണ്ടായിരുന്നില്ല, വളരെ നഷ്ടമായിരുന്നു. കാരണം പാക്കിംഗ് കവർ അതിൻ്റെ ചാർജ്, അതേപോലെ തന്നെ ഈ കൊറിയർ ചാർജ്, സ്ലിപ്പ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് പുറകെ ഉണ്ടായിരുന്നു. അതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ ഒരു എമൗണ്ട് ഇട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടോ. ഇപ്പോഴാണെങ്കിലും വലിയ ലാഭമൊന്നുമില്ല, എങ്കിലും ഒരു കുറച്ച് ചേച്ചിമാർക്കെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് അവർക്ക് വരുമാനം എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും
ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാറായിട്ടില്ല, കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് റീസെല്ലിങ് ചെയ്യാം. കാരണം നിങ്ങൾക്കിത് പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയർ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഇവിടുന്നൊക്കെ ആണെങ്കിലും കൊറിയർ ചെയ്ത് കൊടുത്തോളാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഡെയിലി എന്തായാലും ഒരുപാട് കോൾ വരുന്നുണ്ട്. ഈ ന്യൂ റീസെല്ലേഴ്സ് അവർക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നെ വിളിക്കുന്നവർക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി പറയാൻ അറിയില്ലെങ്കിലും ഇപ്പോൾ എന്നെ വിളിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തുടക്കക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നൈറ്റി ഫ്രോക്കിൻ്റെയൊക്കെ ഫോട്ടോസ് ഡിസ്പ്ലേ ആക്കി അതിലിടുമ്പോൾ നിങ്ങൾക്കത് അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാനും, അതേപോലെ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെ ആയിരിക്കുമല്ലോ കുറച്ച് പേരെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ വീഡിയോയിൽ ഇടുന്നതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല, തിരക്കായി പോകുന്നതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഈ ഒരു കളക്ഷൻ പറയാൻ മറന്നുപോയി കേട്ടോ. ഈ ഒരു കളക്ഷൻ വന്നിട്ട് ലെങ്ത് കുറവുള്ള പ്രായമുള്ള അമ്മമാർക്കൊക്കെ പറ്റിയ, പൊക്കം കുറഞ്ഞവർക്കൊക്കെ പറ്റിയ ഒരു കളക്ഷനാണ്. ലെങ്ത് കുറവാണ്, 47, 48 ആയിട്ട് ലെങ്ത് വരുന്നല്ലോ കേട്ടോ. മീഡിയം സൈസാണ് വരുന്നത്. റേറ്റ് സെയിം തന്നെയായിരിക്കും. റേറ്റ് സെയിം അല്ല കേട്ടോ, 210. നമ്മൾ നോർമൽ ബ്രാൻഡിൽ ചെയ്യുന്ന അതേ റേറ്റാണ്, 210 ഹോൾസെയിൽ. റീറ്റെയിൽ 220. 15 പീസിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ 195 അങ്ങനെ ആയിരിക്കും റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു, അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത്. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നൈറ്റി ഫ്രോക്കിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു.